How does the Haber process produce ammonia industrially and why is it chemically significant? രണ്ട് സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് ലോകത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? സസ്യങ്ങൾക്ക് വളരാൻ നൈട്രജൻ അത്യാവശ്യമാണ്, എന്നാൽ വായുവിൽ നിന്ന് അത് നേരിട്ട് വലിച്ചെടുക്കാൻ അവയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് അമോണിയം കോമ്പൗണ്ട്സ് അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് ചെടികൾക്ക് നൽകേണ്ടി വന്നു. ഇവിടെയാണ് ഫ്രിറ്റ്സ് ഹേബറും കാൾ ബോഷും രക്ഷകരായി എത്തിയത്. ഇൻഡസ്ട്രിയലായി അമോണിയ നിർമ്മിക്കുന്ന ഹേബർ പ്രോസസ് അവർ കണ്ടുപിടിച്ചു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജനും നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജനും അവർ ഇതിനായി ഉപയോഗിച്ചു. ഇവ രണ്ടും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന ഇക്വേഷനാണ് N2+3H2 gives 2NH3. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്, അതായത് അമോണിയ തിരിച്ച് നൈട്രജനും ഹൈഡ്രജനുമായി മാറും. കൂടുതൽ അമോണിയ കിട്ടാൻ അവർ ലീ ചാറ്റലിയേഴ്സ് പ്രിൻസിപ്പിൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. ഫോർവേഡ് റിയാക്ഷൻ നടക്കാൻ പ്രഷർ കൂട്ടണം, ഏകദേശം 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നൽകുന്നത്. ഇതൊരു എക്സോതേർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. എന്നാൽ ടെമ്പറേച്ചർ തീരെ കുറഞ്ഞാൽ റിയാക്ഷൻ വളരെ സ്ലോ ആകും. അതുകൊണ്ട് 450 ഡിഗ്രി സെൽഷ്യസ് എന്ന ഓപ്റ്റിമം ടെമ്പറേച്ചറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റിയാക്ഷൻ വേഗത്തിലാക്കാൻ സ്പോഞ്ച് അയൺ കാറ്റലിസ്റ്റായി ചേർക്കുന്നു. ഉണ്ടായ അമോണിയയെ ലിക്വിഫൈ ചെയ്ത് മാറ്റുന്നതുവഴി കൂടുതൽ അമോണിയ ഉണ്ടാക്കാം. ഈ കണ്ടുപിടുത്തം ഗ്രീൻ റെവല്യൂഷന് കാരണമാവുകയും ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്തു. ഈ മഹത്തായ കണ്ടുപിടുത്തത്തിന് ഇരുവർക്കും നോബൽ പ്രൈസ് ലഭിച്ചു. അമോണിയ ഫെർട്ടിലൈസറായി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഐസ് പ്ലാന്റുകളിൽ റെഫ്രിജറന്റായും ഇതുപയോഗിക്കുന്നു. ടൈലുകളും ഗ്ലാസ് വിൻഡോകളും ക്ലീൻ ചെയ്യാനും ഇത് ബെസ്റ്റാണ്. നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന റേഷ്യോയിലാണ് ഈ പ്രോസസ്സിൽ എടുക്കുന്നത്. ഈ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്ത് അമോണിയയുടെ അളവ് കുറയും. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഹേബർ പ്രോസസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഭക്ഷണക്ഷാമം ഉണ്ടായേനെ. കെമിസ്ട്രി എങ്ങനെയാണ് മനുഷ്യരാശിയെ സഹായിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി ഏത് വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.